ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, ഇനി പാപം ചെയ്യരുത്. കുറ്റപ്പെടുത്തലുകൾക്കപ്പുറമുള്ള സ്നേഹം. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ആ സ്ത്രീയോട് ചുറ്റുമുള്ളവർക്ക് വിധിക്കുവാനും കല്ലെറിയുവാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശുക്രിസ്തു അവളെ കുറ്റപ്പെടുത്തിയില്ല. മനുഷ്യൻ്റെ പാപങ്ങളെ നോക്കി വിധിക്കുന്നതിനേക്കാൾ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കാനും മാനസാന്തരത്തിലേക്ക് നയിക്കുവാനുമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാനും നിന്നെ വിധിക്കുന്നില്ല. ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ അർഹിക്കുന്നവളായിരുന്നു അവൾ. എന്നാൽ യേശു തൻ്റെ കൃപയാൽ അവളെ ന്യായവിധിയിൽ നിന്നും ഒഴിവാക്കി. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരാൽ വിധിക്കപ്പെടുമ്പോഴും കർത്താവിൻ്റെ വലിയ കാരുണ്യം നമുക്ക് പുതിയൊരു ജീവൻ്റെ വഴി തുറന്നു തരുന്നു. ഇനി പാപം ചെയ്യരുത്. വിധിയല്ല കർത്താവ് നൽകിയത്, മറിച്ച് ഒരു ജീവിതത്തിലേക്കുള്ള ആഹ്വാനമാണ്. ഇനി പാപം ചെയ്യരുത് എന്ന വാക്കിൽ വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തിൻ്റെ ഈ വലിയ കൃപയെ തിരിച്ചറിഞ്ഞ് പഴയ തെറ്റായ വഴികളിലേക്ക് ഇനി മടങ്ങിപ്പോകാതെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഓർക്കുക, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വീണ്ടും ഒരു പുതിയ ജീവിതം തുടങ്ങുവാനുള്ള അവസരം തരുന്നു. ആ കൃപയെ പാഴാക്കാതെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.